ഇപ്പോൾ ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്ന് കോടതി പറയുന്നു. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിച്ചു. മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയാണ്. ബലാത്സംഗത്തിന് സഹായം ചെയ്തു എന്നതാണ് 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കുറ്റമെന്ന് കോടതി വ്യക്തമാക്കുന്നു. കൂട്ടബലാത്സംഗ കുറ്റം, ആ കുറ്റത്തിന്മേലുള്ള ശിക്ഷ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒരേപോലെ കൂട്ടബലാത്സംഗം തെളിഞ്ഞുവെന്ന് വ്യക്തമാക്കുമ്പോൾ 20 വർഷത്തിൽ കുറയാതെ ശിക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥ പ്രതി ഒന്നാം പ്രതിയായ പൾസർ സുനി മാത്രമാണ് എന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തുകയാണോ എന്നാണോ അറിയേണ്ടത്? ഈ ചോദ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്യാം ദേവരാജ്. കോടതി പ്രോസിക്യൂഷൻ പറഞ്ഞത് ജീവപര്യന്ത ശിക്ഷ നൽകണം എന്നതാണ്. അത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്ത ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ ഈ 6 പ്രതികൾക്കും ശിക്ഷ നൽകുന്ന കാര്യത്തിൽ ശിക്ഷാവിധിയിലെ വാദത്തിന്മേൽ പറയുകയും ചെയ്തു. അപ്പോഴാണ് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുന്നത്, ഇതിൽ ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. മറ്റ് പ്രതികൾ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിക്കുക എന്ന കുറ്റമാണ് ചെയ്തിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിക്ക് നൽകുന്ന അതേ ശിക്ഷ മറ്റ് പ്രതികൾക്കും സമാനമായ ശിക്ഷ മറ്റ് 5 പ്രതികൾക്കും നൽകാനാകുമോ എന്ന ചോദ്യവും കൂടി കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376D അനുസരിച്ച് കൂട്ടബലാത്സംഗ കുറ്റത്തിലെ ശിക്ഷയിന്മേലാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത്. കോടതി അതിൽ തന്നെ വ്യക്തത വരുത്തിയത് ഇത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം സംബന്ധിച്ചുള്ള ശിക്ഷയിലല്ല ഈ ചോദ്യം എന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൽ ജീവപര്യന്ത ശിക്ഷ തന്നെ അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ജീവപര്യന്ത ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും. അതിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതി ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപക്ഷെ ഒരു സാധ്യത ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റ് പ്രതികൾക്ക് ഓരോ ജീവപര്യന്തം ക്രിമിനൽ ഗൂഢാലോചനയുടെ ജീവപര്യന്തവും ആയിരിക്കാം ഒരു സാധ്യത എന്നതാണ് ഈ ഘട്ടത്തിൽ വാദം കേൾക്കുമ്പോൾ നമുക്ക് കോടതി ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോൾ ഗൂഢാലോചന തെളിഞ്ഞാൽ റോഷിപാൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. റോഷിപാൽ, മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഗൂഢാലോചന തെളിഞ്ഞാൽ, ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിയായ പൾസറിനൊപ്പം മറ്റുള്ളവരും അതേ ശിക്ഷ അർഹിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നതാണോ മനസ്സിലാക്കേണ്ടത്? പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടതെന്നല്ലേ കോടതിയുടെ ചോദ്യം? സുജയ, അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രധാനമായും കൂട്ടബലാത്സംഗത്തിലെ ശിക്ഷയിലാണ് കോടതി ഇത്തരം ഒരു ചോദ്യം ഉയർത്തുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയിലെ ശിക്ഷയിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചനയിൽ ഈ 6 പേരും പങ്കാളികളാണ് എന്ന കാര്യത്തിൽ കോടതിക്ക് സംശയമില്ല എന്നാണ് നമുക്ക് ആ കോടതിയുടെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ബലാത്സംഗ കുറ്റമാണ്. കാരണം ബലാത്സംഗ കുറ്റം ചുമത്തുമ്പോൾ അതിൽ നേരിട്ട് പങ്കാളികളായവർക്ക് കൂടുതൽ ശിക്ഷയും മറ്റുള്ളവർക്ക് അവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. ഇതിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് പ്രോസിക്യൂഷനോട്. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം ഏറെ വൈകാതെ നൽകും. മാത്രവുമല്ല, ഇതിൽ പ്രോസിക്യൂഷൻ ഇനി അങ്ങോട്ടേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടായിരിക്കും. വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ ഹൈക്കോടതിയിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യവും. കാരണം ഗൂഢാലോചനയിൽ പങ്കാളികളായ 6 പേർ, അവർക്ക് എല്ലാവരും ഒരേ ടവർ ലൊക്കേഷനിൽ, അത് CDR കണ്ടെത്തലാണ്. ടവർ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ചെത്തിക്കൊണ്ട് അവർ ഗൂഢാലോചന നടത്തി എന്നുള്ള കണ്ടെത്തൽ. അതിലേതായാലും അവർ എല്ലാവരും 6 പേരും കുറ്റക്കാരാണെന്ന നിഗമനത്തിലേക്ക് തന്നെ കോടതി എത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള കുറ്റകൃത്യങ്ങൾ, ഇപ്പോൾ ബലാത്സംഗ കുറ്റം നടക്കുന്നത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലാണ്. ആ XUV വാഹനം ഓടിച്ചിരുന്നത് വിജീഷാണ്. ഒപ്പം വാഹനത്തിൽ ഈ നേരിട്ട് കുറ്റകൃത്യം ചെയ്യുന്നത് ഈ കേസിലെ A1 ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ്. മറ്റുള്ള പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് പൾസർ സുനിയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒറ്റ കാരണത്താൽ തന്നെയാണ് അവരും ബലാത്സംഗ കുറ്റത്തിന്റെ ഭാഗമാകുന്നത്. അവർക്കെതിരെ ആ കുറ്റം ചുമത്താനുള്ള കാരണം അവർ ഈ കുറ്റം ചെയ്യാനാണ് പൾസർ സുനി ഈ വാഹനത്തിലേക്ക് കയറിയത് എന്നതുകൊണ്ട് തന്നെയാണ് അവരും ഭാഗമാവുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ വാഹനം ഓടിച്ചത് മാർട്ടിനായിരുന്നു. ഈ ഡ്രൈവർ മാർട്ടിൻ ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തിയതാണ്. മാർട്ടിൻ പിറകെയുള്ള മറ്റൊരു വാഹനത്തിലേക്ക് മാറി കൂട്ടത്തിലുണ്ടായിരുന്ന വിജീഷ് ഈ വാഹനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ വിജീഷ് വാഹനത്തിൽ കയറിയപ്പോൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ പൾസർ സുനിക്ക് ഇങ്ങനെ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ അവസരമൊരുക്കി എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ഈ പറഞ്ഞ മറ്റു പ്രതികൾ കൂടി അതിൽ പങ്കാളികളാണ്. 4 പേരും പങ്കാളികളാണ് എന്നത് തന്നെയാണ് ഇങ്ങനെ കുറ്റം ചുമത്താൻ ഒരു കാരണം. സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തതെന്ന് കോടതി കണ്ടെത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. ജീവപര്യന്തം നൽകിയില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന കാരണം വ്യക്തമാക്കേണ്ടി വരുമെന്ന് കോടതിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജീവപര്യന്തം ശിക്ഷ നൽകാനുള്ള ഒരു അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നു എന്ന തോന്നലുണ്ട്. കാരണം പരാമർശം ആ തരത്തിലാണ്. 20 വർഷമാണ് ശിക്ഷ നൽകുന്നതെങ്കിൽ ശിക്ഷാവിധി ബോധ്യപ്പെടുത്തേണ്ടി വരും.
എന്ന രീതിയിൽ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ, ഏറ്റവും നിർണായകമായ പരാമർശങ്ങൾ വരുന്നു. പൾസർ സുനിക്ക് ജീവപര്യന്തം നൽകുമെന്ന സൂചനകൾ കോടതിയുടെ പരാമർശങ്ങളിലൂടെ വരുന്നു. ഏതാണ്ട് ഏറെ വൈകാതെ തന്നെ ആ തീരുമാനമുണ്ടാകും. ജീവപര്യന്തം നൽകിയില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന കാരണം വ്യക്തമാക്കേണ്ടി വരുമെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തത നേടുകയാണെന്നും കോടതി പറയുന്നു. 20 വർഷം കുറഞ്ഞ ശിക്ഷ നൽകുന്നതെങ്കിൽ കാരണം ശിക്ഷാവിധിയിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്ന് കോടതി പറയാണ്. മറ്റു പ്രതികൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഈ കുറ്റകൃത്യം ചെയ്യാൻ പെൺകുട്ടിയെ ക്രൂരമായി വാഹനത്തിൽ പീഡിപ്പിക്കാൻ ഏതാണ്ട് 2 മണിക്കൂറിലേറെ ഒരു പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ ക്രൂരമായി കൊച്ചി നഗരം ചുറ്റി പീഡിപ്പിച്ച ആ പ്രതിക്ക് എല്ലാ കൂട്ടു സഹായങ്ങളും നൽകിയ മറ്റു 4 പ്രതികൾ, ആ വാഹനം ഈ പീഡനം നടക്കുമ്പോൾ ആ വാഹനം നിയന്ത്രിച്ച വിജീഷ്, മാർട്ടിൻ, പ്രദീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ, ആ പ്രതികൾ ഏതു തരത്തിലുള്ള കുറ്റമാണ് ചെയ്തതെന്ന് പോലീസിന്റെ കണ്ടെത്തൽ, പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതി ഉയർത്തുന്നത്. ഈ പ്രതിഭാഗം അഭിഭാഷകർ ഉയർത്തുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന അവരുടെ അഭ്യർത്ഥന, പ്രതികളുടെ അഭ്യർത്ഥന, ആ അവരുടെ അഭ്യർത്ഥനക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ കോടതി നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഭ്യർത്ഥനക്കുള്ള മറുപടി കൂടി നൽകുന്നു. കൂട്ടബലാത്സംഗം 376D എന്നത് കൂട്ടബലാത്സംഗമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. നടന്നത് കൂട്ടബലാത്സംഗമാണെന്ന് തന്നെ പറയുന്നു. കാരണം ബലാത്സംഗം എന്നത് അതിന്റെ ഒരു നിർവചനമാകാം ഒരുപക്ഷെ അവിടെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടാവുക. ബലാത്സംഗം തന്നെയാണ് ഇവർ ചെയ്തത്. അത് ഈ പ്രതികൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ അവർക്ക് സഹായം നൽകുന്നത് ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് തുല്യമാണ്.